മുന്നണി എന്നുള്ള നിലയിലുള്ള ഒരു സപ്പോർട്ട്, ആ രീതിയിലുള്ള ഒരു സഹായം എൻ ഡി എയുടെ ഭാഗത്തുനിന്ന് ശരിക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ശരിക്കും എൻ ഡി എ വിടാനുള്ള ഒരു തീരുമാനം ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ശരിക്കും എടുത്തത്. ഇന്നലെ ആണ് കോഴിക്കോട് വെച്ച് അതിൻ്റെ സംസ്ഥാനതല എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടുന്നത്. ആ മീറ്റിങ്ങിലാണ് ശരിക്കും എൻ ഡി എ വിടുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ പറഞ്ഞിരുന്നോ നേരത്തെ? പല പ്രാവശ്യമായിട്ട് നമ്മൾ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരിട്ട് അമിത്ഷയുടെ കയ്യിൽ തന്നെ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു 3 റൗണ്ടെങ്കിലും കൊടുത്തിട്ടുണ്ടെന്നാണ്. കേന്ദ്രത്തിലടക്കം പരാതി നൽകിയിരുന്നു. നേരിട്ട് തന്നെ അവരുടെ കയ്യിൽ കൊടുത്തു. നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞങ്ങൾ ഈ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കേരളത്തിലെ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ശരിക്കും ഈ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിലുള്ളത്. അവർക്ക് ഒട്ടനവധി കാര്യങ്ങളും ഇവിടെ ചെയ്യാനുണ്ട്. അവരാണ് ശരിക്കും ഈ ദുരിതമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം കുറേ ഡിമാൻഡുകൾ തന്നെ നമ്മൾ കൊടുത്തിരുന്നു. അതിനൊന്നും യാതൊരുവിധ റെസ്പോണ്ടും അവരുടെ ഭാഗത്ത്. എന്തൊക്കെയായിരുന്നു ഈ ഡിമാൻഡുകൾ? ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നത് പട്ടികവർഗക്കാരായിട്ടുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങൾ പട്ടികവർഗ പ്രദേശമാക്കണം എന്നുള്ളൊരു വ്യവസ്ഥയുണ്ട്. അത് ശരിക്കും ഇന്ത്യൻ ഭരണഘടനയുടെ 244 വകുപ്പിലുള്ളതാണ്. അത് ശരിക്കും നമ്മുടെ കേരള, കർണാടക, തമിഴ്നാട് ഇത്രയും സ്റ്റേറ്റുകളിലാണ് ഇല്ലാത്തത്. ബാക്കി സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ട്. അത് ഇവിടെ നടപ്പിലാക്കി തരണം. അതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പാർലമെൻറ്റിൽ പാസ്സാക്കേണ്ട നിയമമാണ്. കേരളത്തിൽ നിന്നുള്ള അതിൻ്റെ മുഴുവൻ പ്രപ്പോസലും പേപ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അത് ഒന്ന് പാസ്സാക്കി തരണം എന്ന് കേന്ദ്രം അനുമതി നിഷേധിക്കുകയായിരുന്നു. നിഷേധിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ആ പരാതികളെല്ലാം മേടിച്ച് പരിഹരിക്കാം എന്ന് പറഞ്ഞ് പോകുന്നതല്ലാതെ അതിൽ യാതൊരുവിധ ഇടപെടലും ഉണ്ടാവുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അംഗീകാരം ശരിക്കും കിട്ടേണ്ടതാണ്. ഇപ്പോൾ ബോർഡ്, കോർപ്പറേഷൻ അങ്ങനെയുള്ള സംഭവത്തിൽ നമ്മളുടെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളെയും കൂടെ പരിഗണിക്കുക. അങ്ങനെയാണല്ലോ ശരിക്കും ഒരു മുന്നണി സമവാക്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു കാര്യങ്ങളും ഇതുവരെയും നടന്നിട്ടില്ല ഇത്ര നാളായിട്ടും. പിന്നെ ഞങ്ങൾ രാജ്യസഭ ആ സീറ്റ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിലും ഒരു നിലപാടില്ല. അതുകൊണ്ട് ഇതിനോടൊപ്പം നിന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അത് വിടാൻ തീരുമാനിക്കുന്നത്.